ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞങ്ങൾ 2003 ആ സമയത്ത് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞു. അങ്ങനെ സഭകളിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി. ഞങ്ങൾക്ക് ദൈവം ആരാന്നറിയില്ല. യേശു രക്ഷിക്കുന്ന ദൈവമാണെന്ന് മാത്രം നമുക്കറിയും. വചനം ഒന്നുമേ അറിയില്ല ദൈവമക്കളെ. ഞാൻ പണ്ട് അമ്പലത്തിലൊക്കെ പോയിരുന്ന വ്യക്തിയാണ്. എനിക്ക് വചനം പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ക്രിസ്ത്യ ജീവിതം പറഞ്ഞാൽ എന്താണെന്നറിയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞങ്ങൾ ഒരു അപ്പച്ചൻ ഞങ്ങൾക്ക് സുവിശേഷം പറഞ്ഞു. അപ്പം ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞു, സഭകളിൽ പോയി തുടങ്ങി. ബൈബിൾ എന്താണെന്ന് അറിയില്ല, ശരിക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല. 15 വർഷം ഇങ്ങനെ സഭകളിൽ പോയിക്കൊണ്ടിരുന്ന ദൈവമക്കളെ, ഞങ്ങളെ പന്ത് തട്ടിക്കളിക്കുന്നില്ല ഗ്രൗണ്ടിലിട്ട് അന്ന പോലെ സഭകളിൽ ഞങ്ങളെ 15 വർഷം തട്ടിക്കളിച്ചു. കാരണം ഞങ്ങൾക്ക് വേദം അറിയില്ല, കപടം എന്താണെന്നറിയില്ല, കപട ഭക്തി എന്താണെന്നറിയില്ല. കർത്താവേ എന്നെ രക്ഷിക്ക്, എനിക്കൊന്നും അറിയില്ല, അങ്ങ് ദൈവമാണെന്ന് മാത്രം എനിക്കറിയാം, എന്നെ രക്ഷിക്കേസപ്പാ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കും. എഴുതാനറിയില്ല, വായിക്കാനറിയില്ല, ഒന്നുമേ അറിയില്ല ദൈവമക്കളെ. 15 വർഷത്തിന് ശേഷമാണ് ചങ്ക് പൊട്ടി ഞാൻ നിലവിളിച്ച് ദൈവത്തോട്, കർത്താവേ ഈ സഭകളിലൊക്കെ ഇങ്ങനെ നടക്കണ്ടല്ലോ കാര്യങ്ങൾ, ഞങ്ങളെ പന്ത് തട്ടുന്ന പോലെ തട്ടിക്കളിക്കുകയാണ് വിശ്വാസികൾ സഭകളിൽ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ദൈവമേ. അങ്ങനെ അറിഞ്ഞു വന്നു, യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു വന്നു. കർത്താവേ ഒരുപാട് വേദനയുണ്ട് പറഞ്ഞിട്ട് കണ്ണുനീരോടെ മുട്ടുമേലെ നിന്ന് കരഞ്ഞു ദൈവമക്കളെ. ഹല്ലേലൂയ. അതിൻ്റെ ശേഷം വേദങ്ങളൊക്കെ പഠിക്കുവാൻ തുടങ്ങി. ക്രിസ്തീയ ജീവിതം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ വേദങ്ങളൊക്കെ നന്നായി പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉൽപ്പത്തി വെളിപ്പാട് വരെ വേദങ്ങൾ പഠിച്ചു. ഞാൻ മലയാള ഭാഷയിൽ 5 വട്ടം പഠിച്ചു, ഉൽപ്പത്തി വെളിപ്പാട് വരെ. തമിഴ് ഭാഷയിൽ ഉൽപ്പത്തി വെളിപ്പാട് വരെ 2 പ്രാവശ്യം പഠിച്ചു ഞാൻ. ഹല്ലേലൂയ. പിന്നെ ദൈവം ആരാന്ന് മനസ്സിലാക്കി. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആദ്യം എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കുമെന്ന്. ആദ്യം നമ്മൾ കർത്താവിൻ്റെ രാജ്യം എന്താണെന്ന് അന്വേഷിക്കണം, ആദ്യം കർത്താവിൻ്റെ നീതി എന്താണെന്ന് അന്വേഷിക്കണം, അതിൻ്റെ കൂടെ നമുക്ക് സകലതും ലഭിക്കും. ഇത് അന്വേഷിക്കാണ്ട് നമ്മൾ സഭകളിൽ പോയി ചാടിക്കഴിഞ്ഞാൽ എന്നെ തട്ടിക്കളിച്ച പോലെ തന്നെ ദൈവമക്കളെ